സാധാരണ ഓംലെറ്റ് കഴിച്ചു മടുത്തുവെങ്കിൽ ശരീരത്തിന് ഇരട്ടി കരുത്ത് നൽകുന്ന ഈ സൂപ്പർ പവർ ഓംലെറ്റ് ഒന്ന് ട്രൈ ചെയ്യൂ. തടി കുറയ്ക്കാനും മസിൽ വളർത്താനും ആഗ്രഹിക്കുന്നവർക്ക് ഓംലെറ്റ് തയ്യാറാക്കുമ്പോൾ ഈ 2 മാജിക് സീഡ്സും കൂടി ചേർത്ത് നോക്കൂ. ഗുണം ഇരട്ടിയാകും. ഇതിൽ നമ്മൾ ചേർക്കുന്ന ഒരൈറ്റം പോഷകങ്ങളുടെ കലവറയായ നാടൻ കോഴിമുട്ടയാണ്. കൊഴുപ്പ് എരിയിച്ച് കളയുന്ന 2 സൂപ്പർ ഐറ്റംസും കൂടെ നമ്മൾ ഈ ഓംലെറ്റിൽ ചേർക്കുന്നുണ്ട്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നാടൻ കോഴിമുട്ട തന്നെയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് കൂടുതൽ ഗുണം ചെയ്യും. ഞാൻ ഒരു പിടി മുരിങ്ങയിലയും 2 മുട്ടയും 1 പച്ചമുളകും 1 തക്കാളിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതുണ്ടാക്കുന്നത് ഒരു തവയിലാണ്. തവ വെച്ച് ചൂടാകുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. തവ ചൂടാകുമ്പോഴത്തേന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഉപ്പോ ചില്ലി ഫ്ലേക്സോ ഒന്നും ചേർക്കണില്ല. ഈ ടൊമാറ്റോ മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ടൈം കൊണ്ട് നമ്മൾക്ക് മുട്ട തയ്യാറാക്കിയെടുക്കാം. കൊഴുപ്പ് കുറവും പ്രോട്ടീൻ കൂടുതലുമുള്ള നാടൻ കോഴിമുട്ട 2 എണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 പച്ചമുളക് അരിഞ്ഞതും 1 പിടി മുരിങ്ങയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഫൈബറും പ്രോട്ടീനും ധാരാളമായ ഒരൈറ്റമാണ് നമ്മളിതാ ചേർക്കുന്നത്, ചിയാ സീഡ്. ഇത് ഞാൻ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വാട്ടറി ആകാണ്ട് നോക്കുക. ഇത് നമുക്ക് ഓംലെറ്റിൽ ചേർക്കാനുള്ളതാണ്. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. കൂടാതെ ദഹനവും മെച്ചപ്പെടുത്തുന്നു. ചിയാ സീഡ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് നമ്മൾ തയ്യാറാക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ചേർക്കുന്ന ഫ്ലാക്സ് സീഡ്. ഇത് റോസ്റ്റഡ് ഫ്ലാക്സ് സീഡാണ്. 1/2 സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിയാ സീഡും റോസ്റ്റഡ് ഫ്ലാക്സ് സീഡും ഒക്കെ ചേർത്തത് കൊണ്ട് നമ്മളുടെ ഈ ഓംലെറ്റിന് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. വളരെ ഹെൽത്തിയും ഫൈബറും പ്രോട്ടീനും ഒക്കെ നമ്മൾക്ക് ഒരൊറ്റ പ്ലേറ്റിൽ കിട്ടും. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റാണിത്. തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല പഴുത്ത ടൊമാറ്റോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓംലെറ്റ് കുറച്ചുകൂടെ നല്ല കളർഫുൾ ആയിരിക്കും. ഇത് നമ്മൾക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലേക്ക് നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ധാരാളമായി അയണും വിറ്റമിൻ എയും ഒക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി വർദ്ധിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. ഈ കോഴി ഒരു തരത്തിലും എന്നെ പറയാൻ അനുവദിക്കുന്നില്ല കേട്ടോ. നമ്മളുടെ ഓംലെറ്റ് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മുരിങ്ങയില പറിച്ചപ്പോൾ കൂടുതൽ കുറച്ച് മുരിങ്ങപ്പൂവും കൂടെ കിട്ടി. അതും കൂടെ ഞാൻ ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കവർ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മറിച്ചിടാം. ചെറിയ ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് കുറച്ച് മുരിങ്ങയിലയുടെ പൂവാണ് ഒന്ന് ചോപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ മുട്ടയുടെ വൈറ്റ് മാത്രമാണ് ഓംലെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിൽ എഗ് വൈറ്റ് വെച്ച് നമ്മൾക്ക് ഓംലെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് 2 സൈഡും കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ റിച്ച് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പനീറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റാണിത്. നമ്മളുടെ നാടൻ കോഴികളൊക്കെ സ്വാഭാവികമായ സാഹചര്യത്തിൽ വളരുന്നത് കൊണ്ട് തന്നെ ഇവയുടെ മുട്ടയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻസും മിനറൽസും ഒക്കെ വളരെ കൂടുതലാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ സാധാരണ കോഴിമുട്ട ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്ന മുട്ട വെച്ച് തയ്യാറാക്കാവുന്നതാണ്. എന്തായാലും ഇഷ്ടമാകും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റാണ്. ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.